ഇനി ബേക്കിംഗ് സോഡയും പൗഡറും ചേർക്കാത്ത കേക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാലും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ഉണ്ടാക്കാൻ പറ്റും. ഇത് ബേക്കിംഗ് പൗഡറും സോഡയും ചേർത്തിട്ടുള്ളത്. ഇത് ബേക്കിംഗ് പൗഡറും സോഡയും ചേർക്കാത്തത്. കളർ കുറച്ച് വ്യത്യാസമുണ്ട്. സെയിം പ്രൊസീജിയറിൽ നമ്മൾ പുതുതായി ഉണ്ടാക്കിയ ഓവൻ സെറ്റപ്പിലാണ് ഇത് രണ്ടും ഉണ്ടാക്കിയത്. ബേക്കിംഗ് സോഡയും പൗഡറും ഇല്ലാത്ത കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. 125 ml അര കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ സെയിം കപ്പിൽ 3/4 കപ്പാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ആ പഞ്ചസാരയിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക ചേർക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. മാക്സിമം വലിയ സൈസിലുള്ള മുട്ട നോക്കി എടുക്കാൻ നോക്കണം. ഇത് 1 കിലോഗ്രാമിൻ്റെ വാനില കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് 1 കിലോ ആവണമെങ്കിൽ 4 മുട്ട. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇരട്ടിയെടുക്കണം. ഇനി ഇപ്പോൾ 750 ഗ്രാം ആണെങ്കിൽ 3 മുട്ട. ഇതൊക്കെ അതിനനുസരിച്ചിട്ട് മാറ്റിയെടുത്താൽ മതി. പഞ്ചസാര നല്ല ഫൈനായിട്ടുണ്ട്, പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് ആ പാത്രം ഒന്ന് ഞാൻ ഗീ വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്തായാലും ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കണം. ബട്ടർ പേപ്പർ എല്ലാ വശത്തും വെച്ച് കൊടുക്കേണ്ടതുണ്ട്. മുട്ടയുടെ ഈ കൂർത്ത ഭാഗത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇങ്ങനെ വൈറ്റ് ആദ്യം പതപ്പിച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ചേർക്കുകയാണെങ്കിൽ മുട്ടയുടെ ആ ഒരു സ്മെല്ല് കുറച്ച് കുറഞ്ഞും കിട്ടും. അതുപോലെ കേക്ക് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു കണ്ടീഷനിലെത്തണം. ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുത്താൽ പോരാ. മാക്സിമം മുട്ട എത്ര പതിവോ അത്ര ഈ എഗ്ഗ് വൈറ്റിനെ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഇതിലേക്ക് ഈ പഞ്ചസാര പൊടിച്ചു വെച്ചത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെയും ഇത് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. മുട്ട ബീറ്റ് ചെയ്ത് ഈ സോപ്പൊക്കെ പതഞ്ഞ പോലെയാണ് ആയിട്ടുള്ളതെങ്കിൽ ഇത് വിപ്പിംഗ് ക്രീം വൈപ്പ് ചെയ്ത പോലെ ആകണം. തിരിച്ചു വെച്ചാൽ വീഴരുത്. ഇനി എഗ്ഗ് യോക്ക് ചേർക്കേണ്ട ടൈമാണ്. അതിൻ്റെ ആ സ്മെല്ല് കുറഞ്ഞ് കിട്ടാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പതിയെ ഓരോന്നായിട്ട് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടും വെള്ളമില്ലാത്തതായിരിക്കണം. ബേക്കിംഗ് സോഡയും പൗഡറും ചേർക്കാത്തതിനാൽ ഇത് കെയർഫുള്ളായിട്ട് വേണം ചെയ്തെടുക്കാൻ. 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്യണ്ട. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുന്നേ ഓവൻ സെറ്റപ്പ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇത് സ്പാച്ചിൽ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പണ്ട് മുതലേ ഇത് അരിച്ചിട്ടാണ് ചേർക്കാറ്. ഇപ്പോഴും അങ്ങനെ തന്നെ ചേർക്കുന്നു. അതുപോലെ ഇത് ഫോൾഡ് ചെയ്യാൻ എനിക്ക് ബെറ്റർ തോന്നിയിട്ടുള്ളത് വിസ്ക് തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. ഇതാകുമ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരേ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ബേക്കിംഗ് പൗഡറും സോഡയൊന്നും ചേർക്കാത്തതുകൊണ്ട് കെയർഫുള്ളായിട്ട് തന്നെ ഇത് ചെയ്യണം. ഈ പതഞ്ഞതൊന്നും ഉടഞ്ഞു പോകാതെ 2-3 ബാച്ചായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് ഈ മൈദപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഈ മുട്ടയിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ലാസ്റ്റ് ടൈം ആകുമ്പം ഈ ബാറ്റർ നല്ല തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് അത് കുറച്ചൊരു ചെറിയ മാറ്റം ഉണ്ടാകും. നമുക്കൊരു എക്സാക്റ്റ് അളവൊന്നും പറയാൻ പറ്റില്ല. വലിയ മുട്ട ആയതുകൊണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാക്കി വന്നിട്ടില്ല. ചെറിയ മുട്ടയാണെങ്കിൽ അത് ബാക്കി വരാറുണ്ട്. അത് ഫുള്ളും ചേർത്തിട്ട് ബാറ്റർ ഭയങ്കര തിക്കാക്കരുത്. അത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പം ഭയങ്കര തിക്കാകാൻ തുടങ്ങുമ്പം അത് സ്റ്റോപ്പ് ചെയ്യണം. അഗെയിൻ സ്പാച്ചിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഈ സൈഡൊക്കെ ഒന്ന് എടുത്ത് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഡയറക്ഷനിൽ വേണം, കെയർഫുള്ളായിട്ട് ചെയ്തെടുക്കണം. പിന്നെ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിലും തിക്കായി പോകരുത്. ഇതിലും തിക്കായി പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുമ്പോൾ പൊടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുന്നത് സ്റ്റോപ്പ് ചെയ്യണം. അതിനാണ് ഒരു 3-4 ബാച്ചായിട്ട് ഇത് ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത്.
എയർ ബബിൾസ് പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടാപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ശരി, ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ അപ്പുറത്തെ വീട്ടിൽ എടുക്കുന്ന വാങ്ങിക്കൊണ്ടത് ഈ കേക്ക് ബേക്ക് ആവുന്നതിൻ്റെ ടൈം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് മസ്റ്റായിട്ടും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വെയിറ്റ് വെച്ചിരിക്കണം. അതുപോലെ ഈ ഒരു ടെമ്പറേച്ചറും ഇതിൻ്റെ അടിയിലത്തെ ടെമ്പറേച്ചറിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ കേക്ക് പെട്ടെന്ന് ബേക്ക് ആവുന്നത്. വെയിറ്റ് വെച്ചിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി മെല്ലെ ഇത് ബേക്ക് ആവുള്ളൂ. അതുപോലെ ഇതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞാൽ, താഴത്തെ ടെമ്പറേച്ചറിലും കുറഞ്ഞാൽ അത് ബേക്ക് ആകുന്ന ടൈം കുറച്ചും കൂടിയും സ്ലോ ആകും. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഉടനെ തന്നെ ഡീമോൾഡ് ചെയ്ത് വെക്കാം. ജസ്റ്റ് നിങ്ങൾ എടുക്കാൻ പറ്റും, ഒട്ടും സ്റ്റിക്കിയല്ല. ഗ്യാസിലൊന്ന് ചെയ്യുമ്പോൾ നമുക്ക് തീ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. പൊതുവെ വീട്ടാവശ്യത്തിന് യൂസ് ചെയ്യുന്ന ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണർ ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ വലിയൊരു അലൂമിനിയം പാത്രത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ആ വലിയ അലൂമിനിയം പാത്രത്തിൻ്റെ ചുറ്റും കറക്റ്റായിട്ട് ചൂട് കിട്ടില്ല, ചെറിയ ബർണർ ആയതുകൊണ്ട്. അതുകൊണ്ട് അടുപ്പിലുണ്ടാക്കുന്ന അത്ര ഒരു പെർഫെക്ഷനിൽ വീട്ടിലെ ഒരു ഡൊമസ്റ്റിക് ചെറിയ ബർണറിൽ വെച്ചിട്ട് വലിയ പാത്രം വെച്ചിട്ട് ചെയ്താൽ സെറ്റ് ആവില്ലെങ്കിലും ഗ്യാസ് സ്റ്റൗവിലും ഇത് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ ബേക്കിംഗ് പൗഡറും സോഡയും ചേർക്കാതെയും പെർഫെക്റ്റായിട്ട് കേക്കിൻ്റെ സ്പോഞ്ച് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓവനില്ലാതെ കേക്ക് ബേക്ക് ചെയ്യാൻ പുതുതായി നമ്മൾ കണ്ടുപിടിച്ച ഓവൻ സെറ്റപ്പിൽ വിറകടുപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുക എന്നും ബേക്കിംഗ് പൗഡറും സോഡയും ചേർത്തിട്ടുള്ള കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ആയിട്ട് ലിങ്ക് കൊടുത്തേക്കാം, കണ്ടു നോക്കിയാൽ മതി. ഉണ്ടാക്കുന്ന നേരം ഈ വീഡിയോസൊക്കെ കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം.